മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ. സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും മന്ത്രിയാകും. ജോർജ് കുര്യൻ നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ ചേർന്നു. രാധാകൃഷ്ണൻ, ആർക്കെ അപ്രതീക്ഷിതമായ ഒരു വാർത്ത, അങ്ങനെ കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ, അങ്ങനെ ന്യൂനപക്ഷ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ ഉറപ്പ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിസഭയിലേക്ക് വരുന്നു. വിവരങ്ങൾ. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അംഗീകാരമാണ് കേരളത്തിന് 2ാം മന്ത്രിസ്ഥാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. സഹമന്ത്രിയാകും ജോർജ് കുര്യൻ എന്നാണ് അറിയാനായി സാധിക്കുന്നത്. ജോർജ് കുര്യൻ BJP നേതൃത്വത്തിന് ഇടയിലും ഒപ്പം ക്രൈസ്തവ നേതൃത്വത്തിനിടയിലും ഒരു പാലം പോലെ വർത്തിക്കുകയും ചർച്ചകളുടെ ഭാഗമായി ഉള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രിസ്ഥാനത്തിന് അർഹത ലഭിക്കുന്നത്. ഇത് BJP ദേശീയ നേതൃത്വം ന്യൂനപക്ഷ സമുദായങ്ങളുമായി, പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളുമായി അടുക്കാനുള്ള നീക്കങ്ങളുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ജോർജ് കുര്യൻ ദീർഘകാലമായിട്ട് ഒരുപക്ഷെ ഏറ്റവും മുതിർന്ന പാരമ്പര്യം അവകാശപ്പെടാവുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒരു പ്രതിനിധിയാണ് BJPയിൽ ജോർജ് കുര്യൻ. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് CA ഐസക്കിനെ പോലെ ഒക്കെ പ്രവർത്തിച്ചു വന്നിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിൽ നേരത്തെ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ഒരു അംഗീകാരം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രി പദവി കൂടി കൈവന്നിരിക്കുന്നത്. കേരളത്തിലെ നേതൃത്വത്തെ സംബന്ധിച്ച് ഉള്ള ഒരു മുൻ ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിഗമനം കൂടിയാണ് ഈ ഒരു നിയമനത്തിലൂടെ വ്യക്തമാകുന്നത്. ജോർജ് കുര്യൻ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു കാലത്തും മാറാനായിട്ട് ശ്രമിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ വിഭാഗീയതയുടെ സമയത്തൊക്കെ പോലും ജോർജ് കുര്യന്റെ നിശബ്ദത പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നതാണ്. അർഹിക്കപ്പെടുന്ന ഒരു അംഗീകാരം എന്ന രീതിയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തേടി ഇപ്പോൾ കേന്ദ്രമന്ത്രി പദം എത്തിയിരിക്കുന്നു. രാവിലെ അദ്ദേഹം കേരള ഹൗസിൽ ഉണ്ടായിരുന്നു രാവിലെ. എന്നാൽ ഈ തന്നോട് ദേശീയ നേതൃത്വം സംസാരിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ചായ സൽക്കാരത്തിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും എന്ന വിധത്തിലേക്ക് വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജോർജ് കുര്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് വീണ്ടും ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളിൽ നിന്ന് ഒരാളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു ദേശീയ നേതൃത്വം കൈക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ഷേപം ഈ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് വേണ്ട വിധത്തിൽ നൽകിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിരുന്നു. ഈ പേരുകൾ പരിഗണിച്ചിരുന്നു. ആ പേരുകൾ പരിഗണിച്ച കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒന്നിലധികം പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ജോർജ് കുര്യനിലേക്ക്, അത് ഈ അബ്ദുള്ളക്കുട്ടിയുടെ പേര് പരിഗണിച്ച ഘട്ടത്തിലും അനിൽ ആന്റണിയുടെ പേര് പരിഗണിച്ച ഘട്ടത്തിലും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ചില എതിർപ്പുകൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അതിന് അങ്ങനെ ഒരു എതിർപ്പ് ഉയരാത്ത ഒരാൾ എന്നതും ഒപ്പം ക്രൈസ്തവ നേതൃത്വത്തിന് ജോർജ് കുര്യനിലുള്ള വിശ്വാസവും താല്പര്യവും അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം കൈവന്നിരിക്കുന്നത്. ജോർജ് കുര്യൻ ഇന്ന് വൈകിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ അധികാരമേൽക്കുന്ന മന്ത്രിമാരുടെ പട്ടികയിൽ ജോർജ് കുര്യനും ഇടം പിടിക്കുകയാണ്. അങ്ങനെ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് BJPയുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് സജീവമായ ഒരു പ്രവർത്തനം കൂടിയാണ് ജോർജ് കുര്യൻ. അതിനുമപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ കേരളത്തിലടക്കം ഈ ലോക്സഭാ മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ടുകൾ വലിയ രീതിയിൽ കൂടിയിരുന്നു. ഈ വോട്ട് ബാങ്കിൽ പ്രത്യേകം ഈ ക്രിസ്തീയ സഭകളുടെ ഒരു പിന്തുണ ഇത്തവണ BJPക്ക് അനുകൂലമായി വന്നിരുന്നു. ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ സാഹചര്യം കൂടി ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രി പദത്തിൽ അനുകൂലമായി എന്ന് കരുതാനാകുമോ? തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കാം. കാരണം ഇത്തവണ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച വിരുന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തെ എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഗണിക്കാൻ ആഗ്രഹിച്ചത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ വിരുന്ന്. ആ വിരുന്നിന് തുടർച്ചയായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സഭകളുമായിട്ടും അതിൻ്റെ നേതാക്കന്മാരുമായിട്ടും നിരന്തര ആശയവിനിമയം പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒപ്പം BJPയും നടത്തി വന്നിരുന്നു. കേരളത്തെ സംബന്ധിച്ച് BJPക്ക് അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഭൂരിപക്ഷ സമുദായത്തിന് ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ കൂടി നേടിയാൽ മാത്രമേ അതിന് സാധിക്കൂ എന്ന ഒരു നിരീക്ഷണം വളരെ കൃത്യമായിട്ട് BJP ദേശീയ നേതൃത്വത്തിന് ഉണ്ട്. ഇതിന്റെ ഒരു പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ജോർജ് കുര്യന് ഈ മന്ത്രിപദം കൈവന്നിരിക്കുന്നത്. ഈ
തീരുമാനം അദ്ദേഹത്തെ അറിയിക്കുന്നതിന് മുമ്പ് തന്നെ ദേശീയ നേതൃത്വം, ക്രൈസ്തവ നേതൃത്വത്തിന്റെ അഭിപ്രായങ്ങൾ തേടിയിരുന്നു ഇക്കാര്യത്തിൽ എന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതിനൊടുവിലാണ് ജോർജ് കുര്യൻ എന്ന പേരിലേക്ക് എത്തുന്നത്. ജോർജ് കുര്യൻ സംസ്ഥാന BJP ഘടകത്തിലും സ്വീകാര്യനായിട്ടുള്ള ഒരു പേരുകാരനാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആക്ഷേപം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഭാഗത്തിനും ഇല്ല. സരസനായിട്ടുള്ള അദ്ദേഹം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ച് അവതരിപ്പിക്കുന്ന ജോർജ് കുര്യൻ മാധ്യമങ്ങളിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും BJPയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു പക്വത, എല്ലാവരുമായിട്ടും നിലനിർത്തുന്ന ഒരു സൗഹൃദം, ഇതൊക്കെ ജോർജ് കുര്യന്റെ പ്രത്യേകതയാണ്. അത് അദ്ദേഹത്തിന് തുണയായി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. BJPക്ക് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ, ജോർജ് കുര്യൻ കൂടി കേന്ദ്രമന്ത്രിയാകുന്നു. സഹമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നു. ആർക്കെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളടക്കമുള്ള ഒരുക്കങ്ങൾ എന്തായി? എപ്പോഴേക്കും ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരും? ഈ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിലേക്ക് വിളിച്ച ആരോടും അവരെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് അംഗങ്ങളാക്കാൻ വിളിക്കുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നില്ല. മറിച്ച് പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കപ്പെട്ട MPമാരെയും ഒപ്പം ഈ MPമാരല്ലാത്ത ഏതാനും പേരെയും വിളിച്ച് വരുത്തുകയായിരുന്നു. അതിനർത്ഥം സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്ന ആളുകളെ ചായ സൽക്കാരത്തിന് വിളിച്ച് ഇങ്ങനെയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അവരെ അറിയിക്കുകയും ഇത് ഔദ്യോഗികമായിട്ട് രാഷ്ട്രപതി ഭവന്റെ വിജ്ഞാപനം വരുന്ന ഘട്ടത്തിൽ അറിഞ്ഞാൽ മതി, പുറത്തറിഞ്ഞാൽ മതി എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത്. അതാണ് ഇത്തവണയും ആവർത്തിച്ചതെന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 7-15 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ആ ഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പായിട്ട് രാഷ്ട്രപതി ഭവന്റെ വിജ്ഞാപനം, ഇവരൊക്കെ മന്ത്രിമാരായിരിക്കുമെന്ന വിജ്ഞാപനം പുറത്തു വരും. ആ ഘട്ടത്തിൽ നമുക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. പക്ഷേ വസ്തുതാപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു. ജോർജ് കുര്യൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. സുരേഷ് ഗോപി മന്ത്രിയാകണമെന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. അതിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു ഒബ്ജക്ഷൻ സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ട് കാര്യമാകില്ല എന്നുള്ളതാണ് BJP നേതാക്കൾ എന്ന് പറയുന്നത്. രാവിലെ മുതൽ തന്നെ പല രീതിയിലും ഈ സുരേഷ് ഗോപി മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലൊക്കെ BJP നേതൃത്വത്തെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് പാർട്ടിയുടെ തീരുമാനമാണ്, അക്കാര്യത്തിൽ ഏതെങ്കിലും മാറ്റമില്ല എന്ന ഒരു നിലപാടാണ് BJPയുടെ ദേശീയ നേതൃത്വം നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. അതിന് സമാനമായിട്ടുള്ള ഒരു തീരുമാനമാണ് ജോർജ് കുര്യന്റെ കാര്യത്തിലും ഉള്ളത്. ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം പോലും ഇത് ഈ ഒരു തീരുമാനത്തിൽ അങ്ങനെ പരിഗണിച്ചില്ല, അഥവാ ഈ വിഷയത്തിൽ ചോദിച്ചിരുന്നില്ല എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കേരളത്തിൽ ദേശീയ നേതൃത്വം ഇടപെടാൻ പോകുന്നത് എങ്ങനെയാണ് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇപ്പോൾ ജോർജ് കുര്യന്റെ ഈ മന്ത്രിപദവിയിലൂടെ കൂടി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ജനപക്ഷം ഭാഗത്തു നിന്നുള്ള PC ജോർജിനെയൊക്കെ ഉള്ളവരെ ഈ BJPയുടെ ഭാഗമാക്കി ചേർക്കാനായിട്ടൊക്കെ നീക്കം നടത്തിയിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിൽ BJP ലക്ഷ്യമിടുന്ന രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ, സംസ്ഥാനത്തെ രാഷ്ട്രീയമായിട്ടുള്ള അടിത്തറ BJPക്ക് വിപുലീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹൈന്ദവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തുന്നതിന് ഒപ്പം ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ കൂടി നേടിയാലേ BJPക്ക് അതിന് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് മികച്ച രീതിയിൽ അടുത്ത നിയമസഭയിൽ ഒരു പ്രതിപക്ഷ സ്ഥാനം എത്തുക എന്നുള്ളതാണ് BJPയുടെ അജണ്ട. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് BJP കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ജോർജ് കുര്യൻ മന്ത്രിയാകുന്നത്. BJP ദേശീയ നേതൃത്വം ഇനി സംസ്ഥാനത്തെ ക്രൈസ്തവ നേതൃത്വവുമായിട്ട് നിരന്തര ആശയവിനിമയത്തിന് തയ്യാറെടുക്കുകയാണ്. അവരുമായി ബന്ധപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. ഈ സഭകൾ ചൂണ്ടിക്കാട്ടുന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട്, ന്യൂനപക്ഷ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയങ്ങളിലെല്ലാം ഒരു സമവായം ഉണ്ടാക്കുക, പള്ളികൾ സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ അനുരഞ്ജനം ഉണ്ടാക്കുക, ഇതൊക്കെ BJP ദേശീയ നേതൃത്വം അതിന് മുൻകൈ എടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ഗുണപരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ ഒരു സാഹചര്യം എത്തിക്കുക, ക്രൈസ്തവ നേതൃത്വത്തെ ഒപ്പം നിർത്തുക, അധികാരത്തിലേക്ക് സംസ്ഥാനത്ത് നടന്നെടുക്കുക, ഇതാണ് BJPയുടെ പദ്ധതി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമവാക്യങ്ങളെല്ലാം സന്തുലിതമാക്കിക്കൊണ്ട് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാർ, സുരേഷ് ഗോപിയോടൊപ്പം ജോർജ് കുര്യനും 3ാം മോദി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി വരുമെന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് നൽകി.